Hello everyone, welcome back to my YouTube channel. If you are new to my channel, my name is Anjali Krishna and thank you so much for watching my video. അങ്ങനെ നമ്മുടെ 2024 എന്ന ഇയർ കഴിയാറായി. ഇനി 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിന് മുന്നായിട്ട് ഞാൻ എല്ലാ ഇയറല്ല കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദെൻ ഒരു വിഷൻ ബോർഡ് എങ്ങനെ വർക്ക് ആവും, എങ്ങനെ നമ്മൾ ഡ്രീം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയർ അച്ചീവ് ചെയ്യാൻ ഈ വിഷൻ ബോർഡ് ഹെൽപ്പ് ചെയ്യും എന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ബിക്കോസ് എനിക്കും ഫസ്റ്റ് ടൈം വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇതിനെക്കൊണ്ട് കാര്യമുണ്ടോ, അതായത് വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് വിഷൻ ബോർഡിൽ വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്നും എങ്ങനെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റി ആൻഡ് ഗോൾ സെറ്റിംഗ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഇയർ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ആൻഡ് അവിടെയാണ് ഒരുപാട് പേർക്ക് വിഷൻ ബോർഡ് വർക്ക് ആവാതിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം, അതായത് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇത്രയൊക്കെ ആയിരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നമുക്ക് പറ്റുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വേർഡ്സ് ആയിരിക്കണം നമ്മൾ നമ്മുടെ വിഷൻ ബോർഡിൽ കൊടുക്കേണ്ടത്. അല്ലാതെ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കും, ബട്ട് അത് ഒരിക്കലും നമുക്ക് നെക്സ്റ്റ് ഇയർ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിഷൻ ബോർഡിൽ ആഡ് ചെയ്ത് എന്ന് കരുതി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, എനിക്ക് എൻ്റെ ഒരു ഡ്രീം കാറാണ് മിനി കൂപ്പർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇയർ എനിക്ക് മിനി കൂപ്പർ വാങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് 101% ഷുവറാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ സ്വന്തം ഏണിങ്സ് വെച്ചിട്ട്, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു മിനി കൂപ്പർ എന്തായാലും എനിക്ക് അടുത്ത വർഷം വാങ്ങാൻ പറ്റില്ല. ബട്ട് അതെൻ്റെ ഒരു ഡ്രീമാണ്, എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു ഡ്രീമാണ്. ഞാൻ ആ ഒരു കാറിൻ്റെ പിക്ചർ വിഷൻ ബോർഡിൽ ഞാൻ ആഡ് ചെയ്തെന്ന് കരുതി എനിക്ക് നെക്സ്റ്റ് ഇയർ എന്തായാലും ആ ഒരു കാർ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു കാറിൻ്റെ പിക്ചർ ആണെങ്കിൽ ഒരു പക്ഷേ നെക്സ്റ്റ് ഇയർ എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അങ്ങനെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം, ലൈക്ക് നമ്മൾ നെക്സ്റ്റ് ഇയർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ ഈ വിഷൻ ബോർഡിൽ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വലിയൊരു ഡ്രീമൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ വിഷൻ ബോർഡിൽ വെച്ചിട്ട്, ഓക്കെ വിഷൻ ബോർഡിൽ വെച്ചു അതുകൊണ്ട് എനിക്ക് പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷൻ ബോർഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആവാതെ വരും. സോ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണ് ഗോൾസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ഗോൾസും ആൻഡ് അതിന് ആപ്റ്റായിട്ടുള്ള പിക്ചേഴ്സ്, വേർഡ്സ്, അഫർമേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൊളാഷ് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ ആ വിഷൻ ബോർഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ പിക്ചേഴ്സൊക്കെ വരികയാണ്, നമ്മുടെ ബ്രെയിനിലേക്ക് അത് എത്തുകയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ദിസ് ആക്ടിവേറ്റ് ദ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഇൻ അവർ ബ്രെയിൻ. അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്നും ഡെയിലി ലൈഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ബ്രെയിനിന് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, ലൈക്ക് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇതൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഈ ഗോളിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഗോളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനും പറ്റും. ആൻഡ് വിഷൻ ബോർഡ് നമ്മളായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അതായത് വിഷൻ ബോർഡ് നമ്മൾ ഡെയിലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരും, ലൈക്ക് ഹോപ്പ് വരും, അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ് വരും. നമ്മൾ ഓരോ ദിവസം വിഷൻ ബോർഡ് നോക്കുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഓക്കെ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊരു ഹോപ്പ് ഉണ്ടാവും ആൻഡ് ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും, ലൈക്ക് ഓക്കെ ഇത് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ലൈഫ്, അടിപൊളിയായിരിക്കും എന്നൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് നോക്കുന്ന സമയത്ത് കിട്ടും. ആൻഡ് ദ ഇമോഷൻസ് ആർ പവർഫുൾ മോട്ടിവേറ്റേഴ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ചസ് വരുന്ന സമയത്തും അത് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളൊരു വിഷൻ ബോർഡ് നമ്മുടെ എപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ എന്നും കാണുന്ന ഒരു ഭാഗത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കബോർഡിൻ്റെ അവിടെ വെക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ വെക്കാം, ആൻഡ് നിങ്ങൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഭാഗത്ത് വെക്കാം. എവിടെ വേണമെങ്കിൽ നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം.
ഇങ്ങനെ നമ്മൾ എന്നും വിഷൻ ബോർഡ് കാണുന്ന സമയത്ത് നമുക്കൊരു ഫോക്കസ് ആൻഡ് ഒരു കൺസിസ്റ്റൻസി അവിടെ ബിൽഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്താകും, നമുക്ക് ഓക്കെ ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കും. ആൻഡ് അത് നമുക്ക് ചെറിയ ചെറിയ ഒരു സ്റ്റെപ്പ് വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് സക്സസ്സിലേക്ക് എത്താനുള്ള മൈക്രോ ആക്ഷൻസിനെ നന്നായിട്ട് എൻകറേജ് ചെയ്യും. സോ നമ്മൾ റെഗുലറായിട്ട് വിഷൻ ബോർഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോക്രാസ്റ്റിനേഷനും അതുപോലെ ഡിസ്ട്രാക്ഷൻസും ഒക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വിഷൻ ബോർഡ് നമ്മൾ ഡെയിലി നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ഡയറക്റ്റായിട്ട് ഫോക്കസ് ആവുകയാണ്. സോ ഈ ഒരു ഇയർ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഗോളിലേക്ക് എത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യാൻ തുടങ്ങും. ആൻഡ് നമ്മൾ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഓക്കെ ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു അതെന്നും കുറച്ച് നേരം ഡെയിലി നോക്കി നിന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് വിഷൻ ബോർഡിൽ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറച്ചധികം പൈസ എനിക്ക് അടുത്ത വർഷം വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ക്യാഷിൻ്റെ ഒക്കെ ഫോട്ടോ നിങ്ങളുടെ വിഷൻ ബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സോ നിങ്ങളതെന്നും കാണുന്ന സമയത്ത് ഓക്കെ ഐ നീഡ്, അതായത് നമുക്ക് മണി വേണം, നമുക്ക് ഇത്രയും കാശ് ഉണ്ടാക്കണം എന്നൊരു തോട്ട് വരും. ആൻഡ് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇപ്പോഴുള്ള ജോലിയാണെങ്കിൽ അതിലെങ്ങനെ നമുക്ക് പ്രൊമോഷൻ കിട്ടും, ആൻഡ് എന്തൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നമ്മൾ ഓരോന്നിലേക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും നമ്മൾ വിഷൻ ബോർഡ് വെറുതെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യണമെന്നില്ല. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതിലൂടെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എടുക്കുകയാണ് ലൈക്ക് ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യുന്നത്. സോ ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. സോ നമുക്കൊരു ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു മാറ്റി വെക്കുന്ന രീതി, അതാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തുണ്ടെങ്കിലും നാളെ ചെയ്യാം എന്ന് കരുതുന്ന രീതി അതൊക്കെ എല്ലാം മാറി നമ്മൾ അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു വിഷൻ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും പ്രൈവറ്റ് ആക്കി വെക്കുക. അതായത് നമ്മളെ വിഷൻ ബോർഡ് നമ്മൾ എല്ലാവരെയും കാണിക്കുന്ന രീതിയിലല്ല വെക്കേണ്ടത്, നമുക്ക് മാത്രം കണ്ടാൽ മതി. ആൻഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാവരെയും കാണിക്കാം. സോ അത് കുറച്ചൊന്ന് പ്രൈവറ്റ് ആക്കി വെക്കുക. രാവിലെ എഴുന്നേൽക്കുക, നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾ വിഷൻ ബോർഡ് വെക്കുക. രാവിലെ എഴുന്നേറ്റ് നേരെ നോക്കും നമ്മൾ വിഷൻ ബോർഡിലേക്ക് ആവട്ടെ ഓക്കെ ഇതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളതെന്ന് നേരെ എഴുന്നേൽക്കും തന്നെ കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് നന്നായിട്ട് എടുക്കും ലൈക്ക് ഓക്കെ ഇതൊക്കെയാണ് ചെയ്യണത്. സോ നമ്മൾ അതിലേക്കുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇതൊക്കെയാണ് നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യും എന്ന കാര്യങ്ങളും. ആൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഏകദേശം പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യുക. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കരുതൊക്കെ വിഷൻ ബോർഡിനെ കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത്. അങ്ങനെയല്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വിഷൻ ബോർഡിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാം. ഇനി ഞാൻ എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ഞാൻ ഏതൊരു മെത്തേഡിലാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാം. സോ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ എല്ലാ പിക്ചേഴ്സും നമുക്കൊരു കൊളാഷ് ആക്കി മാറ്റിയിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പിക്ചേഴ്സും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഒരു വൈറ്റ് ബോർഡ് മേടിച്ച് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. സോ നമുക്ക് പിക്ചേഴ്സൊക്കെ എവിടെ നിന്ന് എടുക്കും? ഏറ്റവും അധികം നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട പിക്ചേഴ്സ് എടുക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. പിൻട്രസ്റ്റിൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു ടൈപ്പ് പിക്ചേഴ്സ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. പിൻട്രസ്റ്റ് പോലത്തെ നമുക്ക് അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ അതിൽ നമുക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി ഇമേജസ് കിട്ടും. ആൻഡ് നമ്മൾ പിൻട്രസ്റ്റിൽ നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രീമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പിക്ചറിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ അങ്ങനെ പിക്ചേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്നെങ്കിൽ കൊളാഷ് മേക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ വാൾപേപ്പർ ആക്കി വെക്കാം. ആൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ആൻഡ് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വിഷൻ ബോർഡിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കഴിഞ്ഞ വർഷം ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അച്ചീവ് ചെയ്യും എന്ന് എനിക്ക് ഈ ഒരു വർഷം എനിക്ക് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളും ഞാൻ വെറുതെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തു. സോ അത് നടക്കാൻ പോകുന്നില്ല. എനിക്കന്നും അറിയായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തു. എന്തിനാന്ന് എനിക്കറിയില്ല. സോ ഈ തവണ ഞാൻ അങ്ങനത്തെ ഒരു മിസ്റ്റേക്കും ആവർത്തിക്കുന്നില്ല. ആൻഡ് എന്തൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ആ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ കഴിഞ്ഞ വർഷം അതായത് ഈ 2023 എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു വർഷം എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു. കാരണം
ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊന്നും എനിക്ക് കിട്ടുന്നില്ല. സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. ഞാൻ UI/UX പഠിച്ചു, ആ കോഴ്സും കഴിഞ്ഞു. സോ അതിനെ ബേസ്ഡായിട്ട് എനിക്കൊരു ജോലി കിട്ടണം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. എനിക്ക് ഓർമ്മയുണ്ട് 2023 ഡിസംബറിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് 2024 എൻ്റെ ഇയർ ആയിരിക്കും, എനിക്ക് ജോലി കിട്ടും, ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അന്ന് ഞാൻ എൻ്റെ ആ ബുക്കിൽ എഴുതി വെച്ച പോലെ തന്നെ ഈ ഒരു വർഷം എൻ്റെ ഒരു ബെസ്റ്റ് ഇയർ ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം എനിക്ക് ഭയങ്കര ഒരു മെമ്മറി തന്ന, ഒരു നല്ല മെമ്മറീസ് തന്നൊരു ഇയർ തന്നെയായിരുന്നു. സോ ഞാൻ അതുകൊണ്ട് തന്നെ 2023 ഡിസംബറിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്ത ഫോട്ടോ എന്ന് പറയുന്നത് എനിക്ക് ജോലി വേണം, അതായത് ജോലിയാണല്ലോ എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. സോ ജോബായിട്ട് ബേസ്ഡ് ആയിട്ട് ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഫസ്റ്റ് ആഡ് ചെയ്തത്. അതായത് ഒരു ലേഡി ഒരു മാക്ബുക്ക് പിടിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നൊരു ഫോട്ടോ. സോ അതുപോലെ തന്നെ എനിക്ക് ഫെബ്രുവരിയിൽ ജോലി കിട്ടി. എനിക്ക് പോയ സമയത്ത് എനിക്ക് ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയത് മാക്ബുക്ക് തന്നെയായിരുന്നു. സോ ഞാൻ എന്താണോ ഞാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ എന്താണോ ഞാൻ കൊടുത്ത, അല്ലെങ്കിൽ ഞാൻ വിഷൻ ബോർഡിൽ ആഡ് ചെയ്ത ഇമേജ്, അതുപോലെ തന്നെ എനിക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റി. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച കാര്യമായിരുന്നു എനിക്ക് പുതിയ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ മേടിക്കണം എന്നുള്ളത്. എനിക്ക് ഐഫോണോട് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഐഫോൺ എന്ന് പറയുന്നത് iPhone XR ആണ്. അത് എനിക്ക് തോന്നുന്നു iPhone 11 12 ഇറങ്ങിയിട്ടാണോ 11 ഇറങ്ങിയിട്ടാണോ എനിക്കറിയില്ല. അത് ഇറങ്ങിയ ശേഷമാണ് ഞാൻ XR മേടിക്കുന്നത്. അതായത് ആ സമയത്ത് എനിക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടൈമിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ മേടിക്കാനൊരു കപ്പാസിറ്റി എനിക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ എനിക്കത് 12 ഇറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ XR എടുക്കുന്നത്. സോ ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഞാൻ മേടിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ അതെനിക്ക് മേടിക്കാൻ പറ്റണം എന്നുള്ളത്. ആൻഡ് എനിക്കൊരു കാര്യം അറിയായിരുന്നു, കാരണം ജോലി ഞാൻ കിട്ടുന്നേ ഉള്ളൂ. എനിക്ക് EMI എടുത്ത് പ്രൊഡക്ട്സ് എന്ത് മേടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ EMI ഞാൻ എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് EMI എടുത്ത് എനിക്ക് ഫോൺ മേടിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ തന്നെ കുറച്ച് സേവ് ചെയ്ത് വെച്ച് ആ ഫുൾ എമൗണ്ട് ആവുന്ന സമയത്ത് എനിക്ക് ഫോൺ വാങ്ങണം എന്നായിരുന്നു. ഫോണാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ വാങ്ങുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്കറിയായിരുന്നു, കാരണം ജോലി കിട്ടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. സോ ജോലി കിട്ടിയിട്ട് എനിക്ക് ആ ലേറ്റസ്റ്റ് ഐഫോൺ മേടിക്കണമെങ്കിൽ ഒരിക്കലും എനിക്ക് പ്രോ മേടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. കാരണം പ്രോ മേടിക്കണമെങ്കിൽ കുറച്ചധികം പൈസ വേണമല്ലോ. സോ നമ്മൾ സേവ് ചെയ്ത് വെച്ച് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിലേക്കും കുറച്ചും കൂടി സേവ് ചെയ്ത് വെച്ച് എടുക്കുമ്പോഴേക്കും ഒരിക്കലും പ്രോ എനിക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ ഞാൻ iPhone 15 ഫോട്ടോ തന്നെയായിരുന്നു ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ കൊടുത്തിരുന്നത്. ആൻഡ് യെസ് ഗൈസ്, ഞാൻ 15 മേടിച്ചു. സോ ഞാൻ മേടിക്കുന്ന സമയത്ത് 16 ഇറങ്ങിയിട്ടില്ല, 15 ആയിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ. സോ ഞാൻ 15 മേടിച്ചു. ആൻഡ് അതും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ദെൻ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഡ്രീമായിരുന്നു എനിക്ക് കൊളാബായിട്ട് എനിക്ക് പ്രൊഡക്ട്സ് കിട്ടുക എന്ന് പറയുന്നത്. എനിക്ക് കൊളാബറേഷൻ വരിക, നമുക്ക് കൊളാബായിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം എനിക്ക് എൻ്റെ ഫസ്റ്റ് കൊളാബ് കിട്ടി, പ്രൊഡക്ട്സ് കിട്ടി. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് എന്നൊരു ടൈമായിരുന്നു. ലൈക്ക് ആ ഒരു കൊളാബ് പ്രൊഡക്ട്സ് കിട്ടിയതും എനിക്ക് മെയിൽ അയക്കുന്നതും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് ചോദിക്കുന്നതും അതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്ന നിമിഷങ്ങളായിരുന്നു. അതൊക്കെ ഈ പിക്ചറായിരുന്നു ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിരുന്നത്. ലൈക്ക് എനിക്ക് കൊളാബ് പ്രൊഡക്ട്സ് കിട്ടണം എന്നുള്ളതും എൻ്റെ ഒരു വിഷൻ ബോർഡിൽ ഞാൻ ആഡ് ചെയ്ത കാര്യമായിരുന്നു. അതുപോലെ തന്നെ അതും സംഭവിച്ചു. ആൻഡ് കഴിഞ്ഞ വർഷം ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ആൻഡ് ഞാൻ വിഷൻ ബോർഡിൽ ആഡ് ചെയ്ത കാര്യമായിരുന്നു. എനിക്ക് പ്ലാനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ജേണൽസ്, പ്ലാനേഴ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേസാണ് അങ്ങനത്തെ ബുക്സിനോടൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പ്ലാനർ മേടിച്ചു. എനിക്ക് ഒരു പ്ലാനറല്ല, ഒരുപാട് പ്ലാനേഴ്സ് മേടിക്കണം. എനിക്ക് എഴുതിയില്ലെങ്കിൽ എനിക്ക് ബുക്സൊക്കെ ഇങ്ങനെ കണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ ഒരുപാട് പേർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പ്ലാനറൊക്കെ കൊളാബായിട്ടും അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ എനിക്കും നെക്സ്റ്റ് ഇയർ കൊളാബായിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് പ്ലാനേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൈസ് എനിക്ക് കിട്ടി. സോ ഐ എം സോ ഹാപ്പി. എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല, കാരണം ഞാൻ വിഷൻ ബോർഡിൽ അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് കിട്ടി.
സോ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതാ ഞാൻ പറയുന്നത്, ലൈക്ക് നമ്മൾ പറ്റും, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിഷൻ ബോർഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റും. നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവും. അതായത് ഞാൻ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് കാലം നോക്കി, പിന്നെ ഞാൻ കുറച്ച് കാലം എൻ്റെ ഫോണിൽ നിന്ന് വാൾപേപ്പറൊക്കെ ആക്കി വെച്ചിരുന്നു. ഞാൻ പിന്നെ വാൾപേപ്പറൊക്കെ മാറ്റി, അങ്ങനെ എൻ്റെ ഫോക്കസ് കുറച്ച് പോകാൻ തുടങ്ങി. പിന്നെയും ഒരു ടൈമിൽ എനിക്ക് മോട്ടിവേഷൻ കയറിയിട്ട് ഞാൻ വീണ്ടും വാൾപേപ്പറാക്കി വെച്ചത് എന്നും കാണാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ കുറച്ചുകൂടി യൂട്യൂബിലും ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. ബട്ട് പിന്നെ എൻ്റെ യൂട്യൂബ് ഒരു കരിയർ, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറച്ചെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളതും ഈ വർഷത്തെ എൻ്റെ ഒരു ഗോളായിരുന്നു. ലൈക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അത്ര വലുതല്ലെങ്കിലും എനിക്കത് വലുതായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. 1000 ആയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഈ വർഷം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായിക്കഴിഞ്ഞാൽ അതും കൂടെ എൻ്റെ ഒരു ഡ്രീമാണ് അച്ചീവ് ചെയ്യുന്നത്. കാരണം എന്നെ യൂട്യൂബ് എന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിലും ബട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോവുമോ ഇല്ലയോ, ഞാൻ പകുതി വെച്ച് നിർത്തുമോ എന്നത് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു. ബട്ട് അതും ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തൊരു കാര്യമായിരുന്നു. സോ അങ്ങനെ ഞാൻ ആഡ് ചെയ്ത കുറേ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ കുറച്ചൊന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ലൈക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതൊന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഈ ഇയർ അങ്ങനെയല്ല. എനിക്ക് എന്തൊക്കെയാണ് നെക്സ്റ്റ് ഇയർ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ എനിക്കുണ്ട്. സോ അത് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇനി വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് എന്നുകൂടെ ഞാൻ കാണിക്കാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട പിക്ചേഴ്സ് എടുക്കുക. അത് എനിക്ക് വിഷൻ ബോർഡിലേക്ക് ആഡ് ചെയ്യേണ്ട പിക്ചേഴ്സൊക്കെ തന്നെ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തത്. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പിക്ചേഴ്സും കിട്ടും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഡ്രീമായിട്ട്, നിങ്ങളുടെ ഗോളായിട്ട് ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്ന പിക്ചർ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കൊളാഷ് മേക്ക് ചെയ്യാൻ പറ്റും. അത് അടിപൊളി മെത്തേഡാട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ കണ്ടാൽ കൊളാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, പാരീസിൽ പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പാരീസിൽ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒരുപാട് ഇമേജസ് പാരീസിൻ്റെത് വരും. ആൻഡ് അതെടുത്ത് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ എടുക്കുക. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൊളാഷ് മേക്ക് ചെയ്യാൻ പറ്റും. അത് പിൻട്രസ്റ്റിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കൊളാഷ് മേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറാക്കി വെക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കൊളാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ, വിഷൻ ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഓരോ പിക്ചേഴ്സും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതായത് പിൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ക്യാൻവ ആപ്പ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ നിങ്ങൾക്ക് കൊളാഷിൻ്റെ പോസ്റ്റർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സ് എല്ലാം തന്നെ ക്യാൻവയിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എല്ലാ പിക്ചേഴ്സും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ കൊളാഷ് മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്പിൽ ചെയ്യാം, ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാം. രണ്ടിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കാം. അത് കളർ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇമേജസൊക്കെ തന്നെ ഓരോ പേജായിട്ട്, അല്ലെങ്കിൽ ഒരു പേജിൽ ഒരു A4 സൈസിൽ 4 ഇമേജസ് വരുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ക്യാൻവയിൽ തന്നെ കൊളാഷ് ആക്കിയിട്ട് അത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോർഡായിട്ട് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയും ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി ഞാൻ എങ്ങനെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഞാൻ ഫസ്റ്റ് ഇങ്ങനൊരു ഫ്രെയിം വാങ്ങിച്ചു. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാൻവയിൽ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു കൊളാഷ് മേക്ക് ചെയ്തു. എന്നിട്ട് ആ കൊളാഷ് മേക്ക് ചെയ്തിട്ട് അത് ഞാനിങ്ങനെ ഒരു പേപ്പർ, അതായത് ഒരു കളർ പ്രിൻ്റ് എടുത്തു. ഞാനിപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൽ നിങ്ങളെ കാണിച്ചിരുന്നില്ല. അത് ഞാൻ 2025 ലാസ്റ്റ് ഡിസംബറിൽ കാണിക്കാം, ഇതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ആൻഡ് അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റിയാൽ മതി. എന്നിട്ട് റൂമിൻ്റെ എവിടെയെങ്കിലും നമ്മൾ ഡെയിലി കാണുന്ന രീതിയിൽ വെക്കുക. ആൻഡ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഫ്രെയിം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയൊരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പം ഈ പിക്ചറിൽ ചെറുതായിട്ട് കാണണമെങ്കിൽ എനിക്കറിയാം ഏതൊക്കെയാണെന്നുള്ളത്.
പക്ഷെ നമ്മൾ വലുതെടുത്തു കഴിഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് ഞാൻ മാത്രം അല്ലല്ലോ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയം നമ്മുടെ റൂമിലേക്ക് വരും. നമ്മൾ പലരും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും വരും. സോ എല്ലാവരും നമ്മുടെ വിഷൻ ബോർഡ് കാണണ്ടല്ലോ, നമുക്ക് സീക്രട്ടാക്കി വെക്കണ്ടേ. സോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാക്കിയത്. അപ്പോൾ കുഞ്ഞാകുന്ന സമയത്ത് പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് എല്ലാം കൂടെ കാണുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എനിവേ, സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ഫ്രെയിമാക്കിയത്. വലിയ ഫ്രെയിമാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്ത് ചിലപ്പോൾ എൻ്റെ വിഷൻ ബോർഡായിരിക്കും. സോ ഇനി ഞാൻ എൻ്റെ ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു പേപ്പർ ഞാൻ ഈ ഫ്രെയിമിലേക്ക് മാറ്റാൻ പോവാണ്. ഭയങ്കര ഈസിയായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ ഇതിനെ പിടിച്ച് പുറത്തേക്കാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ബോർഡ് പുറത്തേക്ക് എടുക്കാം. സോ മൈ വിഷൻ ബോർഡ് ഈസ് റെഡി ഗൈസ്. സോ ഇതൊക്കെയാണ് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആൻഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പിൻട്രസ്റ്റ് തന്നെ ആ കൊളാഷ് എടുത്തിട്ട് വേണമെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാം, അത് ഫോണിൽ വാൾപേപ്പറാക്കി വെക്കാം. ഇനി അല്ല നിങ്ങൾക്ക് ക്യാൻവയിലേക്ക് എടുത്തിട്ട് ഓരോ പിക്ചേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പിക്ചേഴ്സ് ഒരു A4 സൈസിലാക്കിയിട്ട് 4 പിക്ചേഴ്സ് വെച്ചിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡിലേക്ക് വൈറ്റ് ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പിക്ചേഴ്സ് അതിൻ്റെ സൈസ് തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് വിഷൻ ബോർഡിലേക്ക് ബോർഡ് മേടിച്ച് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് വേണ്ട, അതായത് വേർഡ്സ് ആഡ് ചെയ്യുക, അഫർമേഷൻസ് ആഡ് ചെയ്യുക, ദെൻ നിങ്ങൾക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾ എടുക്കുന്ന പിക്ചേഴ്സൊക്കെ നിങ്ങളുടെ ഗോൾസുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പിക്ചേഴ്സ് എടുക്കാൻ ശ്രമിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. സോ ഇത് കാണുന്ന എല്ലാവരും ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് നോക്കാം 2025 ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ആൻഡ് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും പറയാം. ഞാൻ 2025 ഡിസംബറിൽ ഈ വിഷൻ ബോർഡിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാം. സോ ഇത് കാണുന്ന എല്ലാവരും നല്ലൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക. ആൻഡ് ഒരുപാട് ആഡ് ചെയ്യാതിരിക്കുക, ഒരു മിനിമലാക്കി വെക്കുക. ലൈക്ക് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ലൈക്ക് കാണാൻ പറ്റണം, നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. നമുക്ക് നോക്കുന്ന സമയം നമുക്ക് തന്നെ അയ്യോ ഇതെന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാത്ത രീതിയിൽ വരും. സോ അങ്ങനെ ഒരുപാടാക്കി വേണ്ട, ഒരു മിനിമലാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗോളും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റണം. അതൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ പറ്റണം. അല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഗോൾ നമ്മൾ കാണാത്ത രീതിയിലേക്ക് വരും. അങ്ങനെയല്ല, കുറച്ച് മിനിമലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വിഷൻ ബോർഡിൽ നിങ്ങളുടെ എല്ലാ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ and see you all in my next video. Bye.